ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ദേശീയ പതാകയെക്കുറിച്ച് ആണ്. ത്രിവർണ്ണ പതാകയാണ് ഇന്ത്യയുടെ ദേശീയ പതാക. മുകൾ ഭാഗത്ത് കുങ്കുമ നിറവും മധ്യഭാഗത്ത് വെള്ള നിറവും കീഴ്ഭാഗത്ത് പച്ച നിറവും തുല്യമായ വീതിയിൽ ആലേഖനം ചെയ്ത് അല്ലെങ്കിൽ സംയോജിപ്പിച്ചാണ് ത്രിവർണ്ണ പതാക നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ദീർഘ ചതുരാകൃതിയാണുള്ളത്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ദേശീയ പതാകയുടെ വെള്ളപ്പട്ടയിൽ 24 ആരക്കാലോട് കൂടിയ അശോക ചക്രം അല്ലെങ്കിൽ ധർമ്മചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ഈ ധർമ്മചക്രത്തിന് നേവി ബ്ലൂ കളറാണ് ഉള്ളത്. അശോക സ്തംഭത്തിൽ നിന്ന് ഉത്തർപ്രദേശിലെ സാരനാഥിൽ സ്ഥാപിച്ചിരിക്കുന്ന അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? മുകൾ ഭാഗത്ത് കുങ്കുമ നിറവും മധ്യഭാഗത്ത് വെള്ള നിറവും കീഴ്ഭാഗത്ത് പച്ച നിറവുമുള്ള അല്ലെങ്കിൽ തുല്യമായ വീതിയിൽ ക്രമീകരിച്ചാണ് ത്രിവർണ്ണ പതാക നിർമ്മിച്ചിരിക്കുന്നത്. ദീർഘചതുരാകൃതിയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ദേശീയ പതാകയുടെ വെള്ളപ്പട്ടയിൽ 24 ആരക്കാലോട് കൂടിയ അശോക ചക്രം അല്ലെങ്കിൽ ധർമ്മചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതിന് നാവിക നീല നിറം, അതായത് നേവി ബ്ലൂ കളറാണ് ഈ അശോക ചക്രത്തിന് ഉള്ളത് ദേശീയ പതാകയിൽ. അപ്പോൾ ഈ അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ഉത്തർപ്രദേശിലെ സാരനാഥിൽ സ്ഥാപിച്ചിരിക്കുന്ന അശോക സ്തംഭത്തിൽ നിന്ന് ആണ്. 1947 ജൂലൈ 22 ദേശീയ പതാകയ്ക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകാരം നൽകിയത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകാരം നൽകിയത്, ദേശീയ പതാകയ്ക്ക് അംഗീകാരം നൽകിയത് 1947 ജൂലൈ 22 ആണ്. ഈ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആന്ധ്ര സ്വദേശിയായ പിംഗലി വെങ്കയ്യ ആണ്. ആന്ധ്ര സ്വദേശിയായ പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇനി ദേശീയ പതാകയിലെ കുങ്കുമ നിറം, മുകൾ ഭാഗത്തെ കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുങ്കുമ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധീരതയെയും ത്യാഗത്തെയും. അതുപോലെ തന്നെ വെള്ള നിറം സത്യത്തെയും സമാധാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വെള്ള നിറം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? സത്യത്തെയും സമാധാനത്തെയും. രാജ്യ പുരോഗതിയെ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നത് പച്ച നിറം ആണ്, താഴ്ഭാഗത്തെ പച്ച നിറം. ഇത്രയാണ് ദേശീയ പതാകയെക്കുറിച്ച് പൊതുവിൽ പറയാനുള്ളത്. ഇനി ഈ ദേശീയ പതാക ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ രൂപപ്പെട്ടു വന്ന വഴികൾ എന്തൊക്കെയാണ്? ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് 1906 ആഗസ്റ്റ് 7 ആണ്. കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിലാണ്. മഞ്ഞ, ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളായിരുന്നു ഈ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്നത്. 1906 ആഗസ്റ്റ് 7 ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത്. അതിൻ്റെ പ്രത്യേകത മഞ്ഞ, ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ ഉള്ള ദേശീയ പതാക ആയിരുന്നു. ഇനി രണ്ടാമതായി ദേശീയ പതാക ഉയർത്തിയത് 1907 മാഡം പിക്കാജി കാമ പാരീസിൽ വെച്ച് ആയിരുന്നു. പാരീസിൽ വെച്ച് മാഡം പിക്കാജി കാമയാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയായ മാഡം പിക്കാജി കാമയാണ് പാരീസിൽ വെച്ച് രണ്ടാമത് ദേശീയ പതാക ഉയർത്തിയത്. പച്ച, മഞ്ഞ, കാവി നിറം എന്നിവ അടങ്ങിയതായിരുന്നു ആ ദേശീയ പതാക. മഞ്ഞ, പച്ച, കാവി നിറം എന്നിവ അടങ്ങിയതായിരുന്നു ആ ദേശീയ പതാക. ഇനി മൂന്നാമതായി ദേശീയ പതാക ഉയർത്തിയത് 1917 ഡോക്ടർ ആനി ബസന്റ്, ബാലഗംഗാധര തിലകൻ എന്നിവർ ചേർന്നാണ് ഉയർത്തിയത്. ഈ പതാകയുടെ പ്രത്യേകത, പതാകയുടെ ഇടത് മുകളിലായി യൂണിയൻ ജാക്ക്, അതായത് ബ്രിട്ടൻ്റെ പതാക ആലേഖനം ചെയ്തിരുന്നു. അതുപോലെ ചുവപ്പ്, പച്ച വരകൾ ഒന്നിടവിട്ട് രേഖപ്പെടുത്തി ആലേഖനം ചെയ്ത ദേശീയ പതാകയായിരുന്നു അത്. മൂന്നാമത് ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? ആനി ബസന്റും ബാലഗംഗാധര തിലകനും ചേർന്നാണ്. ആ പതാകയുടെ പ്രത്യേകതയായിരുന്നു യൂണിയൻ ജാക്ക്
ഇടതു മുകളിലായി ആലേഖനം ചെയ്തിരുന്നു എന്നത്. ഇനി പറയുന്നത്, ഒരു കോൺഗ്രസിൽ വെച്ച്, അതായത് ഒരു സമ്മേളനത്തിൽ വെച്ച് ആന്ധ്ര സ്വദേശിയായ ഒരു യുവാവ് ചുവപ്പ് പച്ച നിറങ്ങളിലുള്ള ഒരു ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് ഗാന്ധിജിയെ കാണിച്ചു. ഹിന്ദു മതത്തെയും മുസ്ലിങ്ങളെയും പ്രതിദാനം ചെയ്യുന്നതായിരുന്നു ഈ നിറങ്ങൾ. എന്നാൽ മറ്റ് ജനവിഭാഗങ്ങളെയും പ്രതിദാനം ചെയ്യുന്നതിന് വേണ്ടി വെള്ള നിറവും അതുപോലെ രാജ്യപുരോഗതിയെ സൂചിപ്പിക്കുന്നതിന് ചർക്കയും അതിൽ ആലേഖനം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. എന്തൊക്കെയാ പറഞ്ഞ, ഒരു സമ്മേളനത്തിൽ വെച്ച് ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ ആലേഖനം ചെയ്ത ഒരു ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് ആന്ധ്ര സ്വദേശിയായൊരു യുവാവ് ഗാന്ധിജിയെ കാണിച്ചു. അപ്പോൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പ്രതിദാനം ചെയ്യുന്നതായിരുന്നു ഈ നിറങ്ങൾ. എന്നാൽ മറ്റ് ജനവിഭാഗങ്ങളെ പ്രതിദാനം ചെയ്യുന്നതിന് വേണ്ടി വെള്ള നിറവും രാജ്യപുരോഗതിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ചർക്കയും അതിൽ ആലേഖനം ചെയ്യണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. അങ്ങനെ 1931 ദേശീയ പതാകയ്ക്ക് അംഗീകാരം നൽകിക്കൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു. അത് അംഗീകരിക്കപ്പെട്ടു. അതിലൊരു കാര്യം വ്യക്തമാക്കി, ദേശീയ പതാകയിലെ നിറങ്ങൾ ഒരു മതത്തെയും പ്രതിദാനം ചെയ്യുന്നതായിരിക്കില്ല എന്ന്. അപ്പം ദേശീയ പതാകയിലെ നിറങ്ങൾ ഒരു മതത്തെയും പ്രതിദാനം ചെയ്യുന്നതല്ല എന്ന് ആ പ്രമേയത്തിൽ, അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ 1947 ജൂലൈ 22 സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാകയായ നമ്മുടെ ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചു. അതിന് ഒരു മാറ്റമുണ്ടായിരുന്നു. ചർക്കയ്ക്ക് പകരം അശോക ചക്രമാണ് അതിൽ ആലേഖനം ചെയ്തിരുന്നത്. ചർക്കയ്ക്ക് പകരം എന്താണ്, അശോക ചക്രമാണ് ആലേഖനം ചെയ്തിരുന്നത്. ഇനി ഫ്ലാഗ് കോഡ് എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ഫ്ലാഗ് കോഡ് എന്ന് പറയുന്നത് ദേശീയ പതാകയുടെ ഉപയോഗവും അതിൻ്റെ ആദരിക്കലും സംബന്ധിച്ച നിയമമാണ് ഫ്ലാഗ് കോഡ് അല്ലെങ്കിൽ പതാക നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പതാക നിയമം സെക്ഷൻ 2 പ്രകാരം ഏതൊരാൾക്കും ഏതൊരു ദിവസവും ദേശീയ പതാക ഉയർത്തുവാൻ സാധിക്കും. അപ്പോൾ പുതിയ ദേശീയ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. 2002 ജനുവരി 26-നാണ് പുതിയ ദേശീയ പതാക നിയമം നിലവിൽ വന്നത്. ഈ നിയമത്തിലെ സെക്ഷൻ 2 പ്രകാരമാണ് ഏതൊരാൾക്കും ഏതൊരു ഇന്ത്യൻ പൗരനും ദേശീയ പതാക ഏതൊരു ദിവസവും മാനദണ്ഡങ്ങൾ പാലിച്ച് ഉയർത്താം എന്ന് നിർദ്ദേശിച്ചത്. ഇത്രയാണ് ദേശീയ പതാകയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ നിന്ന് PSC പരീക്ഷകളിൽ LDC, LGS തുടങ്ങിയ പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.